ഹലോ, ഇനി നമുക്കൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. പിന്നെ ആദ്യം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നല്ല വഴറ്റി അതിലിത്തിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് ഇതുപോലെ മസാല ആക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള ചിക്കൻ വേവിച്ചതും അതുപോലെ പൊട്ടറ്റോ വേവിച്ചതും അതിലിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കുഴച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു ബൗളിൻ്റെ ഒരു അടപ്പെടുത്തിട്ട് അതിലെ ഷേപ്പ് നല്ല രീതിക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സെറ്റാക്കി മാറ്റി വെക്കുക. നോക്ക്, നല്ല ക്ലിയറായി വരുന്നുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അതിൽ വെച്ചിട്ട് അതൊന്ന് കമത്തിയിട്ടാൽ അതവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പായിട്ട് വരും. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇടുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ 2 എഗ്ഗ് ഇട്ടിട്ട് അതിലേക്ക് ഇത്തിരി കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് ആ കട്ട്ലേറ്റ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കുക. ബ്രെഡ് ക്രംസ് അതിൽ ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഒരു ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പം തന്നെ, ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ. എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മളെല്ലാതും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടാകുമ്പോൾ അതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഇങ്ങനെ ഓരോന്നോരോന്നായി റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ബീഫ് കട്ട്ലേറ്റ് റെഡിയായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനത്തെ ബ്രൗൺ കളറാവുന്നതിന് ശേഷം പിന്നെ അത് കോരി മാറ്റുക. അങ്ങനെ നമ്മൾ ബീഫ് കട്ട്ലേറ്റ് റെഡി.